ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഷോളാക്കൗണ്ട് റിസോർട്ടിനെ പറ്റിയിട്ടാണ്. ബോധിമേട്ടാണ്, മൂന്നാർ ബോധിമേട്ട് ആ ബോർഡറിലായിട്ട് വരുന്ന ഷോളാക്കൗണ്ട് റിസോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും. ഇതാണ് ഞങ്ങൾ. ഞങ്ങൾ ഇടയ്ക്ക് മോർണിംഗ് ഇറങ്ങി. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. അതാണ് ആ ചായക്കട. പിന്നെ നമ്മൾ നേരെ വിട്ടു റിസോർട്ടിലേക്ക്. അങ്ങനെ ഇതൊക്കെയാണ് വഴികൾ. നല്ല വഴിയാണ്, നല്ല രസമാണ്. പക്ഷേ വെയിലുണ്ടായിരുന്നു, എന്നാലും നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് സൈഡ് സീയിങ്ങിനായിട്ട് അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്നാലും ചൂട് സീനില്ല. ലൈക്ക് നമുക്ക് ആ കാറ്റ് കിട്ടുന്നതുകൊണ്ട് സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ തമിഴ് റിലേറ്റഡ് ബോട്ട്സ്, വണ്ടികൾ ഇതൊക്കെ കാണാൻ തുടങ്ങി. ഈവൻ അത് മൂന്നാറാണ്, ഒരു കേരള ആണെങ്കിൽ കൂടെ അധികവും തമിഴ് റിലേറ്റഡ് പോസ്റ്റ് വണ്ടികളൊക്കെ ആയിരുന്നു ഉള്ളത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കാറിൽ കുറച്ച് പൊടികളുണ്ട്, അത് വഴി നിന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നേ. തിരിച്ചെത്തുമ്പോഴേക്കും മഹാബോറായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഓൾമോസ്റ്റ് എത്താനായി. കുറച്ച് ടൈം എടുത്തു, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നൈസ് ട്രിപ്പ്. ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ റിസോർട്ടിന് താഴെ കൂടിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് നേരത്തെ എത്തി. 11:30ക്കാണ് ചെക്ക് ഇൻ എങ്കിൽ കൂടി ഞങ്ങൾ ഓൾറെഡി എത്തി. ഒരു 9:30 ഒക്കെ ആയപ്പം ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ വിചാരിച്ചു നല്ലൊന്ന് കയറിയിട്ട് ലഗേജൊക്കെ വെച്ചിട്ട് വരാമെന്ന്. ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇതാണ് റിസോർട്ടിൻ്റെ അകത്തുള്ളത്. റൂംസൊക്കെ അടിപൊളിയാണ്. പിന്നെ വ്യൂ ആണ് ഗംഭീരം, ഒന്നും പറയാനില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഒരു ബോറടി ഇല്ലാണ്ടിരിക്കാം. നേരെ മുന്നിൽ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടാണ്. നമുക്ക് ചായ പിടിക്കാൻ തമിഴ്നാട്ടിലൊക്കെ പോകാൻ പറ്റും. അതായത് കേരളത്തിൽ നിൽക്കുന്നു, നെക്സ്റ്റ് തമിഴ്നാട് പോകുന്നു, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞങ്ങളവിടെ പോയി. നല്ല വടയും നല്ല ദോശ അടിപൊളിയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈവനിങ് ചായ കുടിച്ചത്. മോള് ഓൾറെഡി റൂം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നത്. ഇത് ഹസ്ബൻഡ് അവിടെ എക്സ്പ്ലോർ ചെയ്യാണ്. പുള്ളി 10 തന്നെയായിരുന്നു അധികം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കായിട്ട്. അപ്പോൾ അവിടേക്ക് പോയി. അതും നല്ല കാറ്റാണ്, ഒന്നും പറയാനില്ല. നല്ല തണുപ്പാണ്, കാറ്റാണ്, രസമാണ്. അപ്പോൾ മോളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് ഊഞ്ഞാലും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പുള്ളി ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. അടുത്ത ഞങ്ങൾക്ക് ഇനി താഴത്തിൽ നിന്ന് പോകണം. അതായത് തമിഴ്നാട്ടിൽ പോയിട്ട് നോക്ക് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് തമിഴ്നാട് കാണുകയാണ്. ഇതാണ് ആ ടെമ്പിളൊക്കെ കാണുന്നില്ലേ, അതാണ് തമിഴ്നാട്. ഇപ്പം നമ്മൾ കേരളത്തിലാണ് ഉള്ളത്, അപ്പുറത്ത് തൊട്ട് തമിഴ്നാട്. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങളൊന്ന് ഇറങ്ങി. ഞങ്ങൾ മൂന്നാളും ഫാമിലീസ് ആയിരുന്നു. നല്ല റിസോർട്ടാണ്. നമുക്ക് 1 day ഒക്കെ ഫുൾ സ്റ്റേ ചെയ്യാൻ നല്ലൊരു സ്ഥലം. ഇറ്റ്സ് നൈസ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി, ഇപ്പം തന്നെ നമുക്ക് ക്ലൈമറ്റ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നടന്ന് പോവുകയാണ് അപ്പുറത്തേക്ക്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, നല്ല രസമാണ് നടക്കാനൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറിയ കട. നല്ല കടയായിരുന്നു, പേര് വായിക്കാൻ അറിയില്ല തമിഴൊന്നും. ഇതൊരു ചെറിയ സ്മോൾ ടൗൺ പോലെയാണ്. അപ്പോൾ ഈ ഷോപ്പിൽ നല്ല വൃത്തി കേട്ടോ, എനിക്കിഷ്ടമായി. അവിടെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ സ്പെഷ്യൽ ദോശയൊക്കെ കഴിച്ചു. മസാല ദോശയായിരുന്നു തോന്നുന്നു, ഐ തിങ്ക്. ഇറ്റ്സ് നൈസ്. അതൊക്കെ കഴിച്ചു, വടയൊക്കെ കഴിച്ചു. ആ ടൗണിലൊക്കെ വന്ന് ജസ്റ്റ് ചെറിയൊരു ടൗണാണ്, കുറച്ച് കടകളൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഇറങ്ങി നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു പോയി. നമ്മുടെ റിസോർട്ടിലെ ഉള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണിത്. മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. ഞാനിത് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഉച്ച ആ ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയല്ല, വൈകുന്നേരം ആയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് വന്ന ടൈമാണ്. നൈറ്റ് ആയപ്പോഴത്തേക്ക് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റ് വ്യൂ ഒക്കെ കാണിച്ചു തരാം റിസോർട്ടിൻ്റെ. ഇതിപ്പോൾ ഹസ്ബൻഡും മോളും കൂടിയിട്ട് മേലെ പോവുകയാണ് റൂമിലേക്ക്. ഇവിടെ നൈറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു, ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്തു. നല്ല കാറ്റുണ്ട് കണ്ടോ. അവളുടെ ആ ഒരു എല്ലാം പറക്കുന്നത്, ആ ഒരു സ്കാർഫൊക്കെ പറക്കുകയാണ്. നേരം നമുക്ക് ബാക്കിൽ കൂടെയും ഉള്ളിലേക്ക് റൂമിലേക്ക് പോകാൻ പറ്റും. അവിടെ ബാക്കിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, പിന്നെ ഫ്രണ്ടിലും ഉണ്ട്. അപ്പം നമുക്ക് ബാക്കിൽ കൂടെ കയറിയത് ഞാനാണേ. ഞാൻ അവിടെ നിന്നിട്ട് പാട്ടൊക്കെ എൻജോയ് ചെയ്യായിരുന്നു.
ഇത് നേരത്തെ എടുത്ത കുറച്ച് ക്ലിപ്സ് ഇതിൻ്റെ ഇടയ്ക്ക് മിക്സ് ആയിട്ടുണ്ട്. ഓ, ആളവിടെ നിന്ന് എന്തോ ചെയ്യാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്ക്, ഇതാണ് ആ റൂമിൽ നിന്നുള്ള വ്യൂ. നെക്സ്റ്റ് ഡേ ഫുള്ള് ഇങ്ങനെ ഈർപ്പായിട്ട് മിററൊക്കെ. ഓ, നൈസ് വ്യൂ അല്ലേ. ഇതാണ് മോർണിംഗ് ഉള്ള വ്യൂ. നല്ല തണുത്ത കാറ്റുണ്ട് ആ സമയത്തും, നല്ല രസമാണ് കാണാൻ. നോക്ക്, ഇതാണ് അപ്പോഴത്തേക്ക്. റൂംസൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല. 1 day സ്റ്റേസ് ഓക്കെയാണ് അവിടെ. ഓൺലി എനിക്ക് തോന്നിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ ഒരു ബാത്റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു, ഒരു ബാഡ് സ്മെൽ. ഇത് നൈറ്റ് വ്യൂ ആണ്, നൈറ്റ് വ്യൂ അല്ല, ഏർലി മോർണിംഗ് വ്യൂ ആണ്. ഞാൻ ആരും കാണാണ്ട് ഇട്ടുണ്ടായിരുന്നു. പിന്നെ മോള് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു, അവിടെ ബാൽക്കണിയിലൊക്കെ ഇരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വ്യൂ പിടിക്കാനായിട്ട്. ഇതാണ് രാവിലത്തെ വ്യൂ, ഷോള ക്രൗൺ റിസോർട്ടിൻ്റെ. നല്ല ഗാർഡൻ ഒക്കെ നന്നായി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു ഇറക്കാണിത്, ബട്ട് ഇറ്റ്സ് ഓക്കെയാണ്. കുട്ടികൾക്കും വീഴൊന്നുമില്ല, അവർക്കൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ കുറേ റോസ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഇത് പ്ലേ ഏരിയ ആണ്. രാവിലെ തന്നെ ആളങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പ്ലേ ഏരിയയിലോട്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. അവർക്ക് ടൈം പോകാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കും എൻജോയ് ചെയ്യാനുള്ള ഓരോ നേച്ചറും എല്ലാം ഉണ്ട് അവിടെ. നോക്ക്, തമിഴ്നാട് കണ്ടില്ലേ. ഓക്കെ, ഇതാണ് അവിടുത്തെ പ്ലേ ഏരിയ. ഇതാണ് റിസോർട്ട് നമ്മൾ മോർണിംഗ് വ്യൂ പറയാനാണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് 1 day ആണ് ഞങ്ങൾ എടുത്തത്. ഇതാണ് തമിഴ്നാട്ടിലേക്കുള്ള വ്യൂ. നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള ഒക്കെയും ഞാൻ കാണിക്കുകയാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, ബട്ട് വി ക്യാൻ എൻജോയ് ദർ.